സല്യൂട്ട് മീഡിയ ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കോട്ടൂർ എന്ന സ്ഥലത്ത് നായക് അശോകൻ എന്ന ആൾ കാർഗിൽ യുദ്ധസമയത്ത് നേരിട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അശോകൻ സാർ, കോട്ടൂര്. ഇപ്പോൾ സൈന്യത്തിൽ വന്നിട്ട് എത്ര വർഷമായി? സൈന്യത്തിന് വന്നിട്ട് 1999 കാർഗിൽ യുദ്ധം കഴിഞ്ഞു. അതിനുശേഷം 2001 നാട്ടിലെത്തി. ഏകദേശം ഒരു 25 വർഷം. സാറിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? കോട്ടൂരിൽ തന്നെയായിരുന്നു? അതെ, നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു. സൈന്യത്തിൽ ചേരേണ്ട ആഗ്രഹം എങ്ങനെ ചെറുപ്പം തൊട്ട് ഉണ്ടായിരുന്നോ അതോ ഇടക്കാലം വെച്ച് തോന്നിയതാണോ? അതല്ല, അത് എനിക്ക് വെച്ചാൽ ഞങ്ങളെ ഫാമിലി വെച്ചാൽ ഒരു കർഷക കുടുംബമാണ്. അച്ഛന് ഒരു കർഷക തൊഴിലാളിയാണ്. അപ്പോൾ പണ്ട് കാലത്ത് അന്ന് എനിക്കിപ്പോൾ 61 വയസ്സായി. അപ്പം തന്നെ ഞാൻ ഒരു 18-19 വയസ്സായപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായി. ഈ പട്ടാളക്കാരൻ നാട്ടിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതേപോലെ തന്നെ എനിക്കൊരു പട്ടാളക്കാരനാവണമെന്നുള്ളു. പട്ടാളക്കാരനാവണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം തൊട്ടേ ഉണ്ട്. വിദ്യാഭ്യാസ സമയത്തേ ഉണ്ട്. ഞാൻ പിന്നെ 10ാം ക്ലാസ് പാസ്സായ ഉടനെ പിന്നെ പ്രീ ഡിഗ്രിക്കൊന്നും ചേർന്നില്ല. ഞാൻ ITIയിൽ പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ചേർന്ന SLC ശേഷം അതിനുശേഷം പിന്നെ നാട്ടിൽ അന്നൊക്കെ വീട്ടിൽ പ്രാരാബ്ദങ്ങളായിരുന്നു. എന്നാലും നാട്ടിൽ ചെറിയ പണിക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മളൊന്ന് പോയായിരുന്നു എത്രയും ചെറുപ്പകാലത്ത്. അന്നത്തെ സാഹചര്യം അങ്ങനെയാണല്ലോ. ഇത് 1985, 86, 87 കാലഘട്ടങ്ങളിലെ ഈ കഥ പറയുന്നത്. അപ്പം എന്താ വെച്ചാൽ ഞാൻ ഈ കോഴിക്കോട് റിക്രൂട്ട്മെൻറ്റ് ഓഫീസിലാണല്ലോ, വെസ്റ്റിയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സെലക്ഷന് വേണ്ടിക്കൊണ്ട് നമ്മൾ വീട്ടുകാരും നാട്ടുകാരും അറിയാണ്ട് നമ്മൾ പോവുക. അന്ന് SLC ബുക്ക് പാസ്സായതിനു ശേഷം SLC ബുക്കായിട്ട് കോഴിക്കോട് വെസ്റ്റിയിൽ റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൽ പോവും. അങ്ങനെ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ ലൈന് ഏറ്റവും വലിയ ലൈനായിരിക്കും. മറ്റുള്ള ജില്ലകളിലെ കുറച്ച് ആൾക്കാർ വരികയും കൂടിയിട്ട് കോഴിക്കോട് ജില്ലയിലെ ആൾക്കാരെ വലിയ ലൈനായിരിക്കും. അപ്പോൾ അതെല്ലാം എത്തി കുറേ പ്രാവശ്യം ഞാൻ പോയപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ SLC ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ സീൽ വെക്കും. അങ്ങനെ കുറേ സീൽ വെച്ച് ഏകദേശം എനിക്ക് 21 വയസ്സായി. നമ്മൾ ഏകദേശം 18-19 വയസ്സിലാണല്ലോ പട്ടത്ത് കയറുക. അപ്പോൾ 21ാം വയസ്സിൽ ഓവർ ഏജ് ആയ ഇതിലാണ് നമ്മൾ ഭർത്തി ചെയ്ത്. അപ്പം കോഴിക്കോട് അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ എന്നെ പെട്ടെന്ന് അവിടെ ഞങ്ങൾ ഈസ്റ്റിൽ കൂടി ഓട്ടം നടത്തി ആദ്യം. ഈ ഓട്ടത്തിൽ ഞാൻ നാട്ടിൽ ചെറിയ പണിക്കോ പോകുന്നതുകൊണ്ട് ഓട്ടത്തിൽ ഞാൻ സ്പീഡിട്ട് ഓടി. ഞാൻ 4ാം സ്ഥാനക്കാരനെത്തി. ഞങ്ങൾ 26 പേരെ വെച്ച് ഓടിച്ച് അതിൽ 4ാം സ്ഥാനം ഞാൻ വന്നു. അതിനുശേഷം അവിടെയുള്ള കാര്യങ്ങളൊക്കെ കുറേ നടന്ന് നമ്മളെ ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങൾ, സ്പോർട്സ്, മെഡിക്കൽ, എല്ലാത്തിനും ഗുഡ് എക്സലൻ്റിൽ വന്നു. പിന്നെ അവിടുന്ന് പറഞ്ഞു അതിന് ശേഷം നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും, അതിന് ശേഷം വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഫോണും കാര്യങ്ങളൊന്നുമില്ല. അന്ന് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു ഒരു ഡേറ്റ് വന്നു, ഇത്രാം തീയതി വന്നു എന്ന് പറഞ്ഞു. അവിടുന്ന് 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും റിക്രൂട്ടിംഗ് ഓഫീസിൽ പോയി. അവിടുന്ന് ആണ് പിന്നെ എവിടേക്കാണെന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ അവിടുന്ന് കുറേ പേരുണ്ടായിരുന്നു. പലരും പല സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ആയിപ്പോയി. ഞാൻ 3ME സെൻറ്റർ ഭോപ്പാലിലേക്കാണ് പോയി. 3ME സെൻറ്റർ ഭോപ്പാൽ. അപ്പോൾ അവിടുന്ന് അന്ന് പാൻറ്റും EMEയിലോട്ടായി ശേഷം അന്ന് ഓവറേജ് ആയതിനെ കൊണ്ട് നമുക്ക് SLC പാസ്സുമാണ്. എനിക്ക് കാർപ്പൻ്റർ ട്രേഡ്. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. 3 പേര് ഞങ്ങൾ 3ME സെൻറ്റർ ഭോപ്പാലിലേക്ക് വന്നു. ഞാനും ഈ മുക്കത്തുള്ള ഒരു വാസു എന്ന് പറഞ്ഞ ഞങ്ങൾ ഒരു പുള്ളിക്കാരൻ. അങ്ങനെ ഭോപ്പാലിലെത്തി. ഭോപ്പാലിൽ അവിടുന്ന് 1 ദിവസം ട്രെയിനിങ് എല്ലാം തുടങ്ങി. പിന്നെ അവിടുന്ന് ബേസിക് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ട്രേഡ് ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ ട്രേഡ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞാൽ 88 എന്തായിരുന്നു ട്രേഡ്? കാർപ്പൻ്റർ ട്രേഡ്. അതുമായിട്ട് EMEയിലൊക്കെ അത് കുറേ വർക്ക്ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ട്. ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കാര്യങ്ങൾ ഇതിൻ്റെ ഒക്കെ അവിടെ ട്രെയിനിങ് ഉണ്ട്. അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ 81 വർഷം ബേസിക് ട്രെയിൻ 6 മാസവും. ഏത് വർഷത്താണ് എൻറോൾമെൻ്റ് ആയത്?
1988 ഏപ്രിൽ 88 എൻറോൾമെന്റ്. 88 ഏപ്രിൽ മാസം. അപ്പോൾ അവിടുന്ന് ട്രെയിനിങ് 6 മാസം കഴിഞ്ഞ് 90 ഞാൻ പോസ്റ്റിംഗ് പോയി. അപ്പോൾ ഈ ബേസിക് ട്രെയിനിങ് ഭോപ്പാലിലായിരുന്നു? ഭോപ്പാലിൽ. അഡ്വാൻസ് ട്രെയിനിങ് അവിടെ തന്നെ? അവിടെ തന്നെ അന്ന് ട്രെയിനിങ് ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ 90 2 വർഷത്തിന് ശേഷം ഞാൻ പോസ്റ്റിംഗ് പോയത് പിന്നെ ജമ്മു ഏരിയ ഓർമ്മയുണ്ടോ? ലൊക്കേഷൻ അക്കന്നൂർ. 26 അങ്ങനെ അവിടെ ഇൻഫൻട്രി ബ്രിഗേഡ് ആണ്. ഇൻഫൻട്രി ബ്രിഗേഡിൽ പോസ്റ്റിംഗ് പോയി. അവിടെ പിന്നെ 610 EME ബറ്റാലിയൻ, 610 EME ബറ്റാലിയനിൽ 610 EME ബറ്റാലിയനിലാണ് പോസ്റ്റിംഗ് പോയി. ഫസ്റ്റ് പോസ്റ്റിംഗ്. അവിടുന്ന് പിന്നെ ഈ അവർക്ക് വർക്ക്ഷോപ്പുകൾ പല സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഒരു 240 ഫീൽഡ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പൂഞ്ച് പോകുന്ന വഴിക്ക് രജോറിൻ്റെ സുന്ദർബനി എന്ന് പറഞ്ഞ സ്ഥലത്ത്. സുന്ദർബനിയിൽ അവിടുന്ന് ഞാൻ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കാർപ്പൻ്റർ ട്രേഡാണല്ലോ. അപ്പോൾ പിന്നെ EMEയിൽ കാർപ്പൻ്റർ ആരും ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ സർപ്ലസ് ആയതിനു ശേഷം ബോംബെ എഞ്ചിനീയേഴ്സിലേക്ക് വിട്ടു നമ്മളെ. EMEന്ന് ബോംബെ എഞ്ചിനീയേഴ്സിലോട്ട് കൺവേർട്ട് ആയിട്ടാണ് ഞാൻ ബോംബെ എഞ്ചിനീയേഴ്സിൽ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എല്ലാം കൂടി സെറ്റിൽഡ് ആയി വന്ന് വീണ്ടും ബോംബെ എഞ്ചിനീയേഴ്സിലേക്ക് പോകുമ്പോൾ ചില പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. EME എഞ്ചിനീയേഴ്സായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് കോറിന്റെ വ്യത്യാസം, ട്രെയിനിങ്ങിന്റെ വ്യത്യാസം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങളെ ഈ പിന്നെ ഒരു 10-12 പേര്. അപ്പം ഞാൻ 240 ഫീൽഡ് വർഷവും ഞാൻ മാത്രമല്ലേനും പിന്നെ വേറെ പിന്നെ റെജിമെൻ്റിൽ നിന്ന് വന്ന ആൾക്കാർ ഞങ്ങൾ പൂനെയിൽ, ബോംബെ എഞ്ചിനീയേഴ്സിൻ്റെ ട്രെയിനിങ് സെൻറ്റർ പൂനെയിലാണല്ലോ. അപ്പോൾ പൂനെയിൽ ഞങ്ങൾ പിന്നെ അവിടുത്തെ മൈനിങ്ങും ബ്രിഡ്ജിങ്ങും ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ഏകദേശം EMEയിൽ ചേർന്ന് ട്രെയിനിങ് കഴിഞ്ഞ് ഫസ്റ്റ് യൂണിറ്റിൽ പോസ്റ്റിംഗ് പോയി. അവിടെ പോയി എത്ര കാലത്തിന് ശേഷം നിങ്ങൾ നേരെ എഞ്ചിനീയേഴ്സിൽ പോകും? അവിടുന്ന് ഒരു ഏകദേശം ഒരു വർഷമാകുമ്പോൾ. അപ്പൊ നിങ്ങൾ ഈ ബോംബെ എഞ്ചിനീയേഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു? അപ്പം 3 വർഷം അത്രയിട്ടുള്ളൂ. 3 വർഷം സർവീസ്. നിങ്ങൾ ആദ്യമായിട്ട് ബോംബെ എഞ്ചിനീയേഴ്സ് ചെന്നപ്പോഴേ നിങ്ങൾക്കുള്ള പരിഗണന എന്തായിരുന്നു അവിടെ? അതായത് ഞങ്ങൾ പിന്നെ ബേസിക് ട്രെയിനിങ് ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ മൈനിങ്ങും ബ്രിഡ്ജിങ്ങിന്റെ ട്രെയിനിങ്ങിന്റെ കുട്ടികൾ കൂടെ നമ്മൾ ട്രെയിനിങ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതിൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയോ? അതിൽ ഈ ട്രേഡ് കാർപ്പൻ്റർ തന്നെ ഓൾറെഡി കാർപ്പൻ്റർ. ട്രേഡ് ഫിക്സ് ആണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് പിന്നെ അവിടുത്തെ ട്രെയിനിങ്സിന്റെ കൂടെ ആണെങ്കിൽ കൂടിയിട്ട് ചെറിയ പരിഗണന നമുക്ക് കിട്ടി. നമ്മുടെ യൂണിറ്റ് എല്ലാം കട്ട് ചെയ്ത് വന്നാണല്ലോ. അപ്പോൾ അവിടുത്തെ CHM, അതായത് അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പുതിയതായി ജോയിൻ ചെയ്യുന്ന റിക്രൂട്ടിനേക്കാളും കൂടുതൽ പരിഗണന യൂണിറ്റിൽ നിന്ന് വന്ന കാരണം കിട്ടി. അതെ, അവിടെ പിന്നെ നമ്മൾ അവിടെ റിക്രൂട്ടിന് ഡ്യൂട്ടി ഒക്കെ ഇടുമല്ലോ, നൈറ്റ് ഡ്യൂട്ടി. അതിൽ ഞങ്ങളെ ഗാർഡ് കമാൻഡറൊക്കെ ആക്കി വിടാൻ തുടങ്ങി. അവിടെ നമ്മൾ യൂണിറ്റിൽ പോയതുകൊണ്ടും 3 വർഷം സർവീസ് ആയതുകൊണ്ടും ഞങ്ങൾ അവരെ കൂടെ ട്രെയിനിങ് എല്ലാം ചെയ്തു. അപ്പോൾ ഈ ബോംബെ എഞ്ചിനീയേഴ്സ് എങ്ങനെയാണ്? മൊത്തം യൂണിറ്റ് മൂവിംഗ് ആണോ ഇൻഡിവിജ്വൽ പോസ്റ്റിംഗ് ആണോ നിങ്ങളുടെ? യൂണിറ്റ് മൂവിംഗ്. അതായത് EMEയിൽ യൂണിറ്റ് മൂവ് അല്ല, നമ്മൾ ഇൻഡിവിജ്വൽ പോസ്റ്റിംഗ് ആണ്. ആ ഫിക്സഡ്. അപ്പോൾ ബോംബെ എഞ്ചിനീയേഴ്സിൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മൂവിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിങ് സെന്ററിൽ ഓൾറെഡി അവിടെ തന്നെയാണല്ലോ. അവിടെ നിന്ന് ഞാൻ പിന്നെ 118 എഞ്ചിനീയർ റെജിമെന്റിൽ പോസ്റ്റിംഗ് പോയി. അത് പിന്നെ 33 കോറിലായിരുന്നു ബംഗാളില് 33 കോറിൽ കപ്രയിൽ എന്ന സ്ഥലത്തായിരുന്നു. അതായത് പൂനെന്ന് പോസ്റ്റിംഗ് പോയി നേരെ ആസാമിലോട്ടാ പോയത്? ആസാമിലല്ല, ബംഗാളിൽ സിലിഗുഡി ന്യൂ ജൽപായ്ഗുരി അവിടെ സുക്നയില് 118 എഞ്ചിനീയർ റെജിമെന്റിൽ പോസ്റ്റിംഗ് പോയി. 118 എഞ്ചിനീയർ റെജിമെന്റിൽ. അതെ. അതിന് അവിടുന്ന് ഏകദേശം റെജിമെന്റ് ഒരു 1.5 വർഷം. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ ഒരു 3 വർഷമൊക്കെ ആണല്ലോ ഉണ്ടാവുക യൂണിറ്റ്. അപ്പൊ 3 വർഷം കൂടുമ്പോൾ പോസ്റ്റിംഗ് വേറെ സ്ഥലത്തേക്ക് പോവുകയാണല്ലോ. അപ്പൊ അവിടെ 2 വർഷത്തോളം അവിടെ ചെയ്ത് അതിനുശേഷം ഞങ്ങൾ റെജിമെന്റ് ഒന്നിച്ച് മൂവ്മെന്റ് ആയിട്ട് ജമ്മുവിൽ കാലിച്ചോക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ജമ്മു കാലിച്ചോക്കില് സത്വാരി 26 ഇൻഫൻട്രി ഡിവിന്റെ അണ്ടറിൽ ഞങ്ങൾ പിന്നെ അവിടെ ഞങ്ങളെ യൂണിറ്റ് അവിടെ. അപ്പം അവിടെ നമ്മൾ ഈ ട്രേഡ് ട്രെയിനിങ് ഒന്നും അല്ല, നമ്മൾ ജനറൽ ഡ്യൂട്ടി തന്നെ എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ ജനറൽ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പല സ്ഥലത്തും നമ്മൾ അവിടെ ബോർഡർ ഏരിയ ഉണ്ട് ആർഎസ്പുര സെക്ടറിൽ. അവിടെ പിന്നെ ഞങ്ങൾ ഈ ബാരക്സുകൾ ഉണ്ടാക്കാനും ബങ്കറുകൾ ഉണ്ടാക്കാനും മൈന് പാകാനും
അങ്ങനെ റോഡ് ഉണ്ടാക്കാനും അതൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളം അവിടെ തന്നെയായിരുന്നു. അതേ ലൊക്കേഷനിലായിരുന്നു. അതേ ലൊക്കേഷനിൽ 4 വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങളെ 118 എഞ്ചിനീയർ റെജിമെന്റ് കുപ്വാഡ സെക്ടറിൽ പോയി. കുപ്വാഡ ഞാരി സെക്ടറിൽ കുപ്വാഡയിൽ പോയത് എങ്ങനെ എപ്പോഴത്തെ 1997 അപ്പോൾ 97 പിന്നെ ഞാൻ അവിടെ നിന്നും കമ്പനികൾ ഒരു 5 കമ്പനി ഉണ്ടാകുമല്ലോ. ആ കമ്പനികൾ പല സ്ഥലങ്ങളിലായി. എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ 240 പിന്നെ 467 ഫീൽഡ് കമ്പനി ഞങ്ങൾ ജഡ്ഗലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. മച്ചൽ, ദൂതി, കാലാറൂസ്, ജഡ്ഗലി അവിടെ ഞങ്ങൾക്ക് അവിടെയായിരുന്നു ഞങ്ങളെ കമ്പനി. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ മലനിരകളിൽ അപ്പം പാകിസ്ഥാൻ ബോർഡറാണ്, ഏകദേശം പാകിസ്ഥാൻ്റെ ബോർഡർ അടുത്താണ് ഈ കുപ്വാഡ സെക്ടർ, മച്ചൽ സെക്ടർ എന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ മിക്കവും നമുക്ക് അവിടെ പെർമനന്റ് ഡിഫൻസ് ഉണ്ടാക്കുക. പെർമനന്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ ബങ്കറുകളൊക്കെ ഉണ്ടാക്കുന്ന പണി, പുതിയ ബങ്കറുകൾ ഉണ്ടാക്കുക, പിന്നെ ഷെൽട്ടർ അടിക്കുക, അങ്ങനെയുള്ള പിന്നെ മൈനിങ്ങും ബ്രിഡ്ജിങ്ങും പിന്നെ ഈ പരിപാടിയിലായിരുന്നു. നമുക്ക് ഇനി നേരെ ഒരു കാര്യം ചെയ്യാം. നമ്മള് കാർഗിൽ യുദ്ധത്തിലാണ് നിങ്ങൾക്ക് പരിക്ക് പറ്റിയത്. ആ ഒരു അവസ്ഥയിൽ വരും. ആ സമയത്ത് നിങ്ങളുടെ യൂണിറ്റ് എവിടെയായിരുന്നു? ആ സമയത്ത് യൂണിറ്റ് ഞങ്ങളിത് ഈ പറഞ്ഞ ലൊക്കേഷനിൽ, അതായത് 2 വർഷത്തോളം അവിടെ 99 യുദ്ധം നടക്കുന്ന സമയത്ത് ഞങ്ങളെ യൂണിറ്റ് അവിടെ കാലാറൂസ് മച്ചൽ എന്ന് പറഞ്ഞ മച്ചൽ സെക്ടറിലായിരുന്നു. അവിടെ നിന്ന് യുദ്ധം ആക്ച്വലി കാർഗിൽ യുദ്ധം തുടങ്ങുന്നതിന്റെ കുറച്ച് മുന്നേ പൊട്ടലും ചീറ്റലെല്ലാം ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ പല യൂണിറ്റുകൾ ഡിപ്ലോയിഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പർപ്പസ് കണ്ടുകൊണ്ട് തന്നെയാണോ നിങ്ങളുടെ യൂണിറ്റ് അങ്ങോട്ട് പോയത് കാർഗിലോട്ട്? അതല്ല, ഞങ്ങളുടെ യൂണിറ്റ് പോയത് അന്നപ്പോ കാർഗിൽ യുദ്ധവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വളരെ നോർമലായിട്ട് സമയത്താണ് അവിടെ എത്തുന്നത്. അപ്പം പിന്നെയാണല്ലോ ഈ കാർഗിൽ നമ്മളെ നാട്ടിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയുമ്പോൾ നമ്മൾക്ക് പല സ്ഥലത്ത് ലൊക്കേഷനിലായിട്ട് നമ്മൾ ഉണ്ടാവുക. നമ്മൾ യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ കേട്ടറിവ് ഒക്കെ അല്ലാണ്ട് ചിലപ്പോൾ റേഡിയോ നമ്മളെക്കാൾ കൂടുതൽ സിവിലിനെ അറിയുള്ളൂ. നമുക്ക് തൊട്ട യൂണിറ്റിലെ കാര്യം കൂടി അറിയാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെയാണ് ആർമിക്കാരുടെ അവസ്ഥ. അതെ. അങ്ങനെ ഞങ്ങൾ റേഡിയോ എന്നും ഉണ്ടാവും പാട്ട് കേൾക്കാനും. ചെറിയ റേഡിയോ അതിൽ ചിലപ്പോൾ വാർത്തയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ അവിടെ ഇതുണ്ട്, അവിടെ എങ്ങനെയുണ്ട്, ഇന്ന സ്ഥലത്ത് എന്നൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുന്നത്. അങ്ങനെ ഏകദേശം ഞാൻ പോയെന്ന് പറഞ്ഞാല് ജൂലൈ മാസമാണ്. ജൂലൈയിലാണ് യുദ്ധം തുടങ്ങുന്നത്. മെയ് മാസം തുടങ്ങി. കാർഗിൽ യുദ്ധം തുടങ്ങുന്നത് മെയ് മാസം. അപ്പം കുറെ ഏരിയകൾ നമ്മളെ അവര് പിടിച്ചെടുത്തല്ലോ. കാർഗിൽ, ടൈഗർ ഹിൽ, മുസ്കോ ഘാട്ടി, ടൈഗർ ഹിൽ എന്ന് പറഞ്ഞ കുറെ ഏരിയകൾ പാകിസ്ഥാൻ പട്ടാളക്കാരും തീവ്രവാദികളെയും കൂടി പിടിച്ചടക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അത് നമ്മളെ വീണ്ടെടുക്കുക നമ്മുടെ ദൗത്യം ഓപ്പറേഷൻ വിജയ്. ആ വീണ്ടെടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നമ്മളെ ബങ്കറുകളൊക്കെ തകർത്തല്ലോ. അത് വീണ്ടും ഡിഫൻസ് പണിയാനും എല്ലാം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഞങ്ങളെ 467 ഫീൽഡ് കമ്പനി ദ്രാ സെക്ടറിലേക്ക് പോയി. ഏത് കമ്പനിയാ പോയത്? 467 ഫീൽഡ് കമ്പനി. 467 കമ്പനി ഫീൽഡ് കമ്പനി. അതെ. അവിടെ രഞ്ജിത്ത് പോസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിൽ നിന്നാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങള് ചെന്നിട്ട് എത്ര ദിവസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത് സംഭവിക്കുന്നത്? അതായത് ഞങ്ങള് അവര് വെച്ച മൈൻഡിലാണോ സംഭവിച്ചത്? അത് അവര് വെച്ച മൈലിലാണ്. അവരെന്ന് പറഞ്ഞാല് നമ്മളെ ഏരിയകളൊക്കെ കുറെ പിടിച്ചടക്കിയതിന് ശേഷം അവര് സേഫ് ആയിട്ട് മൈനുകളും പല സംഗതികളൊക്കെ അവര് ലേ ചെയ്തിട്ടതിന് ശേഷം ആയിരിക്കാം. എന്താ വെച്ചാൽ ഒരു പെട്രോളിയം പോകുന്ന സമയത്താണല്ലോ നമ്മുടെ കയ്യേറിയ കാര്യം നമ്മൾ അറിയുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് മുന്നായിട്ട് അവര് അണ്ടറിൽ നമ്മുടെ ലൊക്കേഷൻ കുറച്ച് അവരുടെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ മൈൻ ലേയിൻ ചെയ്തു. അതായിരിക്കാം തോന്നുന്നു. അവിടെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഞങ്ങൾ 10 പേര് ഞങ്ങൾ രഞ്ജിത്ത് പോസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാല് 5000, 6000, 7000 അടി ആയിട്ടുള്ള മലനിരകളാണല്ലോ. അത് മലയിൽ നമുക്ക് നോക്കിയാൽ കാണാം ഐസ് വീഴുന്ന. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഐസ് ഉരുകി തീർന്ന സമയമാണ് ഈ ജൂലൈ മാസം. ഐസ് വീഴുന്നെന്ന് പറഞ്ഞാല് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ ആകുമ്പോഴേക്കും അത് ഉരുകി തീരുന്ന സമയമാണ്. ഉത്തരേന്ത്യയിലെ നദികളിലൊക്കെ ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടാകുന്ന വേനൽക്കാലത്താണ്. എന്ന് വെച്ചാൽ ഈ ഐസ് ഉരുകി വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളൊരു 10 പേര്, നമ്മളെ ട്രൂപ്പ് 10 പേരുണ്ടായിരുന്നു. 10 പേര് പോകുമ്പോൾ അപ്പം
ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ അപ്പുറം പാകിസ്ഥാന്റെ മലനിരകളാണ്, അപ്പോൾ ഇന്ത്യൻ്റെതാണ്. നമ്മൾ അവരെ മുന്നിൽ കൂടെ പോകണം. ഈ ബോർഡർ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ടൊന്നുമല്ല, നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളക്കാർക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. നമ്മളിപ്പോൾ വിവരിക്കുമ്പോൾ അതുമായിട്ട് കൂടുതലായിട്ട് നമുക്ക് അവർക്ക് മനസ്സിലാവില്ല എങ്ങനെയാണെന്നൊന്നും. നമ്മൾ ഈ കേരളത്തിലെ ആൾക്കാർക്ക് പട്ടാളത്തെ പറ്റിയോ അല്ലെങ്കിൽ സ്ഥലങ്ങളെ പറ്റിയോ പണ്ട് കാലത്ത് അത്രയൊന്നും ഇതില്ല, എപ്പോഴും തന്നെ അതിനെപ്പറ്റി അറിയത്തുണ്ടാവില്ല. അല്ല, നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലും ജോലിക്ക് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് പോയിരുന്നത് കൽക്കത്ത, ബാംഗ്ലൂര്, ഡൽഹി എല്ലാം ഈ ഓപ്പറേഷൻ ഏരിയ, ഈ JNDK, ജമ്മു കാശ്മീർ, അരുണാചൽ പ്രദേശ് ഇങ്ങനെയുള്ള ഏരിയ, അവിടുത്തെ ദുർഘടമായിട്ടുള്ള പട്ടാളക്കാരുടെ ദൗത്യം, അതിനെപ്പറ്റി നമ്മുടെ ഇവിടെയുള്ള സിവിലിയൻസിന് അത്ര കാര്യമായിട്ട് അറിവ് പോരാ, അറിയത്തില്ല. അത് നമ്മളിപ്പം പിന്നെ നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയകളൊന്നും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലോ ഒന്നും കൊടുക്കാറില്ല. എല്ലാ യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ജനങ്ങളെ അറിയിക്കാന്നുള്ളൂ. അതെ 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 വെച്ചാൽ നമ്മളിപ്പം ഒരു മല നമ്മൾ ഈ ഭാഗത്താണെങ്കിൽ ഒരു മല മറ്റേ ഭാഗത്താക്കി അവരേത് പാകിസ്ഥാന്റെ, അപ്പൊ അവരെ മുന്നിൽ കൂടെ ഒക്കെ നമ്മളെ ഏരിയയിലേക്ക് വരേണ്ടി വരും. അപ്പൊ അവര് നമ്മളെ ബൈനോക്കുലർ വെച്ചിട്ട് എപ്പോഴും ബോർഡറിൽ എപ്പോഴും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ തല കണ്ട അപ്പൊ ഒരു ഫയർ ഓപ്പൺ ചെയ്യും. അന്നൊക്കെ എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ നമ്മളെ ഗൺ ഫയറിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ആർമി ഹെഡ് ക്വാർട്ടറിന് ഓർഡർ വരേണ്ടിയിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്. അതെ, അന്ന് അങ്ങനെ വേണ്ടിയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് പട്ടാളത്തിന് ഫുൾ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഏത് സമയത്തും ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കെതിരെ അവര് നിറയൊഴിച്ചെങ്കിൽ തിരിച്ച് നിറയൊഴിക്കാം. അന്ന് അങ്ങനെയില്ല. അന്ന് നമുക്ക് അല്ലാത്ത നമ്മളെ കയ്യിൽ പിന്നെ SLR കൊണ്ടോ LMG കൊണ്ടോ പിന്നെ കാർബൈൻ മെഷീൻ കൊണ്ടോ നമുക്ക് ഫയർ ചെയ്യാം. നമ്മളെ രക്ഷിക്കാന്നല്ല ഈ നമുക്ക് തോക്കൊത്തിരുന്നത്. അപ്പൊ നമ്മളെ മുന്നിൽ മിലിറ്റന്റ് വരികയാണെങ്കിൽ നമ്മളെ വെടിവെക്കാം. അതിനൊന്നും ഓർഡർ വേണമെന്നില്ല. ഇത് വലിയ ഫയറിങ്, ഇപ്പൊ ആർട്ടിലറി ഗൺ ഫയറിങ്ങിനൊക്കെ വേണമെങ്കിൽ അവരിങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവര് ഫയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവര് രാവിലെ ഫയർ ചെയ്യും, നമുക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഓർഡർ കിട്ടും അങ്ങോട്ട് ഫയറിങ് കൊടുക്കണ്ടേ. തിരിച്ചു ഫയറിങ്ങിന്റെ കൊടുക്കണ്ടേ. ഇതിപ്പോ നമ്മള് പോയിക്കൊണ്ട് എപ്പോഴും അങ്ങനെയാണ്. ആർട്ടിലറി ഫയറിംഗ് ആണെങ്കിൽ, സ്മാൾ ആംസ് ഫയറിംഗ് ആണെങ്കിലും ഒരു ടീം ഫയർ ചെയ്യുന്ന സമയത്ത് മറ്റേ ടീം എപ്പോഴും സൈലന്റ് ആയിട്ട് ഇരിക്കും. അതെ 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 അതെ. ആ ഫയറിംഗ് ഒതുങ്ങിയ ശേഷം ചെയ്യാറ്. യുദ്ധത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പം പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവര് ഫയർ ചെയ്തിരിക്കുമ്പോൾ ഞങ്ങൾ ഫയറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ആ ഓടുന്ന ഓട്ടത്തിലാണ് മൈൻ്റെ മുകളിൽ കാല് വന്നിട്ട് ഇത് പൊട്ടിത്തെറിച്ചു. ഒന്ന് കാണിക്കാമോ കാലൊന്ന്? കാലിന്റെ പാദം പോയല്ലേ? പാദം പോയി. ഉപ്പൂത്തി ബേക്കിലുള്ള സൈഡാണ്. ഉപ്പൂത്തി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെല്ലിങ്ങിലൂടെ ശരീരത്തിന്റെ അത് MM40 എന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ. നമ്മളെന്താ വെച്ചാല് നമ്മൾ നടന്നു പോകുന്ന പട്ടാളക്കാരെ കാഷ്വാലിറ്റി ആക്കിയിടുക. അവൻ അങ്ങോട്ട് തുടർന്ന് പോകാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയുള്ള മൈനാണ് MM40 മൈൻ. അതിന്റെ സ്പ്ലെൻഡർ പിന്നെ ഇവിടെ മേലെ ഇവിടെയൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ തെറിച്ച് അത്രയേ ഉള്ളൂ. അത്ര വരെ തരൂ. ആന്റി പേഴ്സണൽ മൈൻ. അതില് നമ്മൾ ആന്റി ടാങ്ക് മൈൻ ഉണ്ടോ? ആന്റി ടാങ്ക് വാഹനങ്ങൾക്കുള്ള മലമുകളിലൊന്നും ഇത് ആന്റി പേഴ്സണൽ. ഇതിപ്പോ അവര് ലേ ചെയ്ത മൈനാണോ ഇത് സംഭവിച്ചത്? അതിപ്പോ നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ട് പ്രവചിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആ ഏരിയ കുറച്ചുകാലം അവരടുത്തായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പ്രൊട്ടക്ഷൻ എടുക്കുന്ന സമയത്താണ് അവരുടെ മൈനിൽ പുറത്താണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻ തന്നെയാണോ അറിയില്ല, അതിന്റെ പുറത്ത് കാല് കൊണ്ടു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന മറ്റായിരിക്കും പരിക്ക് പറ്റിയ കൂടെ ഉണ്ടായിരുന്നേ പിന്നെ വേറൊരു പുള്ളിക്കാരനും ഇതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് ഒരു പഞ്ചാബിലുള്ള അശോക് സാർക്ക് ആ സമയത്ത് എത്ര വർഷം സർവീസ് ഉണ്ട്? ഇത് കാർഗിൽ വാറിൽ ഈ ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ 22 വർഷം സർവീസ് ഉണ്ട്. അന്ന് 22 പിന്നെ 12 വർഷം സർവീസ് ഉണ്ട്. 12 വർഷം സർവീസ് ഉണ്ട്. അപ്പോഴാണ് സംഭവിക്കുന്നത്. ഇത് സംഭവിച്ച ഉടൻ തന്നെ ഓർമ്മ നഷ്ടപ്പെട്ടോ? അതെ, ഓർമ്മ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാൻ ഓടുന്ന സമയത്ത് നമ്മളെ കാലിനെന്തോ ഒരു ചെറിയ പൊട്ടലും കാറ്റങ്ങളൊക്കെ നമ്മൾ അറിയുന്നില്ല. എക്സ്പ്ലോസീവിന്റെ ശബ്ദമൊന്നും വന്നില്ല. ചെറിയ രീതിയിൽ ശബ്ദം എന്തോ സംഭവിച്ചിരിക്കുന്ന അറിയാം. ഞാൻ കരുതി എന്താന്ന് വെച്ചാല് പാകിസ്ഥാന്റെ ഫയറിന്റെ സൗണ്ട് ആണോ എന്തോന്നും എനിക്ക് തോന്നിയില്ല. നമുക്കൊരു സൗണ്ട് വന്നിട്ട് MM40. ഇത് സംഭവിക്കുന്നത് രാത്രിയാണോ പകലാണോ? രാവിലെ ഒരു 9 മണിക്ക്. രാവിലെ 9 മണിക്ക്. അപ്പൊ നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് പോകാൻ പെട്രോളിംഗ് ആണോ അതോ സാധാരണഗതിയിൽ നടന്നു പോകുന്ന വല്ലതാണോ? സാധാരണ നമ്മള് പിന്നെ ബങ്കറുകൾ ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് നടന്നു പോകുന്ന വഴിക്കാണ് ഈ ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട് ഈ യുദ്ധ സമയത്ത് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെ അവിടുന്ന് എങ്ങനെ ഇത് അറിയപ്പെട്ട് മൈനാണെന്നുള്ളത്? മൈനാണെന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ കൂടെ പിന്നെ വേറെ
ആൾക്കാരുണ്ടല്ലോ, കുറെ അവിടെ ഇവിടെ വിളിച്ച ആൾക്കാരുണ്ട്. അപ്പൊ എൻ്റെ കൂടെ ഒരു രഞ്ജിത് സിംഗ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നാ എൻ്റെ അടുത്ത് വന്നേ. പിന്നെ ഞാൻ നോക്കുമ്പോൾ കാല് ഇങ്ങനെ പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ സംഭവിച്ചിരിക്കും. എനിക്ക് ആകെ വിരലെല്ലാം കൂടി ഞാൻ ഇരുന്നിടത്ത് തന്നെയായി. അപ്പൊ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാലിലിട്ടത് സാധാരണ ബൂട്ടാണോ സ്നോ ബൂട്ടാണോ? സാധാരണ ബൂട്ടാ. സാധാരണ ബൂട്ട്. ഐസ് ഇല്ലായിരുന്നു. സാധാരണ ബൂട്ട് പൊട്ടി തെറിച്ചു പോയിട്ടുണ്ട്. ബാക്കിൽ മാത്രം ഇവിടെ ഉണ്ട്. കുറച്ച് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് അറിയുന്നില്ല എന്താണെന്നുള്ളത്. ഇത് ചെതറിക്കിടക്കുക. എനിക്ക് പറ്റി സംഭവം എനിക്ക് തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ട്. നടക്കാൻ പറ്റില്ല. ഒരടി രണ്ടടി ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങോട്ട്. എനിക്ക് എന്റെ മനസ്സിലെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഫയറിംഗ് എന്നെ വരുന്നുണ്ട് എന്നുള്ള. അപ്പൊ അതിന്റെ മുന്നേ ഫയറിംഗ് ഉണ്ടാകുന്നത് എപ്പോഴും ഫയറിംഗ് ആണല്ലോ. നമ്മളെ ചെവിയിൽ എന്തെങ്കിലും ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ ഫയറിംഗ് ആണെന്ന് തന്നെ തോന്നും. അപ്പോൾ നമ്മൾ ഇത് പ്രകാരം ഫയറിംഗ് ആണെന്ന് തന്നെ തോന്നി. അതിനുശേഷം പിന്നെ ഒരു കല്ലിന്റെ ഇടയ്ക്ക് പോയിരുന്നു. അവിടെ നിന്ന് ഒരു സർദാർജി വന്നു. അന്ന് ഒരു കറുത്ത പകടിയൊക്കെ കിട്ടൂലേ, അത് അയാൾ എന്നോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഒന്നും സംഭവിച്ചില്ല, അവിടെ തന്നെ ഇരുന്നോന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ഇവര് വാച്ച് ചെയ്തോണ്ടിരിക്കും. അവരുടെ റേഞ്ചിലാണ് ഇത് പറ്റിയത്. അതെ, അവരുടെ റേഞ്ച്. അവിടെ നമ്മൾ കാണാം, അവരെ മലയെ കാണാം, അവര് ഇരിക്കുന്നത് കാണാം. ബൈനോക്കുലർ വെച്ചാൽ പാകിസ്ഥാന്റെ പോസ്റ്റ് അവര് നമ്മളെ നിങ്ങളെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ രക്ഷിക്കാൻ വരുന്ന ആൾക്കാരെ അവര് നോക്കൂ. അവൻ നോക്കിയിട്ട് അവര് ഫയർ ചെയ്യും. അവര് ഫയർ ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും, അതായത് പാകിസ്ഥാന്റെ നമ്മളെ മലനിരത്ത് അടിയെന്നാണല്ലോ, അവര് മേലെ നമുക്ക് പിന്നെ രക്ഷയുള്ള സ്ഥലത്തേക്ക് വരണമെങ്കിൽ നമ്മളെ മല കയറി ഭാഗത്തേക്ക് വരണം. ബാക്ക് സൈഡിലേക്ക് വരണം. നമ്മൾ അവരെ മുന്നിലാണ്, അവര് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരണം. അപ്പൊ അവിടെ നിന്ന് വെച്ചാല് അവിടെ എപ്പോഴും പിന്നെ ഈ മേഘങ്ങൾ ഉണ്ടാവുമല്ലോ. മേഘങ്ങൾ ഇങ്ങനെ കാറ്റിൽ ചിലപ്പോൾ സാറിനും അറിയണ്ടാവും. അതായത് നമ്മൾ ഒരു സമയത്ത് ഇങ്ങനെ കാറ്റിന് മേഘങ്ങൾ വരും, പിന്നെ ഒരു കാറ്റിന് ആ മേഘങ്ങളാ പോകും. അപ്പൊ ഈ മേഘങ്ങൾ വരുന്ന സമയത്ത് മെല്ലെ എന്നെ രണ്ടുപേര് കയറ്റി പിന്നെ അതായത് ഒരു സെൻട്രല് ഒരു മറവ് വരാൻ ആ മേഘങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് വിസിബിളിൽ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളെ ഘട്ടം ഘട്ടമായി ഷിഫ്റ്റ് ചെയ്തു. മേലെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. നമ്മള് സ്ട്രെച്ചർ കൊണ്ടുവന്നു, അതിൽ കിടത്തി. അപ്പൊ ആ സമയം വരെ ബ്ലീഡിങ് എങ്ങനെയുണ്ടായിരുന്നു? ബ്ലീഡിങ് സാർ എന്താ വെച്ചാല് ആ സമയങ്ങളിൽ അവിടെ തണുപ്പാണല്ലോ. ഈ തണുപ്പിൽ ഓവറായിട്ട് ബ്ലഡ് ഒഴിഞ്ഞു പോയിട്ടില്ല. പ്രത്യേക തണുപ്പത്ത് അങ്ങനെയാണ്. തണുപ്പത്തായതിനെ കൊണ്ട് ഓവറായിട്ട് ബ്ലഡ് ലോസ് കാര്യം ഉണ്ടായില്ല. ഇല്ല, ഈ സംഭവം മൈൻഡ് ബ്ലാസ്റ്റായി ഇത് ഇങ്ങനെ സംഭവിച്ചു നിങ്ങൾ ബോധ്യപ്പെട്ട ഉടൻ തന്നെ പേഴ്സണലായിട്ട് വല്ല പ്രിക്കോഷൻസ് എടുത്തോ? കാല് മേലെ വെക്കുക, ബ്ലഡ് കൂടുതൽ പോകാതിരിക്കാനോ അങ്ങനെ വല്ലതും ചെയ്തോ? പേഴ്സണലായിട്ട് ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ എന്റെ കൂടെയുള്ള തലയുള്ള കെട്ടിയെടുത്ത് എന്നോട് പിന്നെ അത് മൂടി കെട്ടിക്കല്ലോ. ഇത്രയാണല്ലോ സംഭവിച്ചുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല, എത്രയല്ലേ സംഭവിച്ചുള്ളൂ. അപ്പൊ അതിന് ശേഷം ഞാനത് നോക്കിയല്ല, എന്നെ എടുത്ത് കൊണ്ടുവന്നു, താഴ്ന്ന പ്രദേശത്തേക്ക് കൊണ്ടുവന്നു. അവിടെ ഹെലികോപ്റ്റർ വന്നു. ഹെലികോപ്റ്ററിൽ നമ്മളെ കയറ്റി നേരെ 92 BH ഇവിടെ ശ്രീനഗറിലെ MH കൊണ്ടുവന്നു. ശ്രീനഗറിൽ വന്നു. അപ്പോൾ നമ്മൾ ഏകദേശം രാവിലെ ഒരു 9 മണിക്ക് പറ്റിയതിന് ശേഷം നമ്മൾ ശ്രീനഗറിൽ എത്തുന്നത് ഏകദേശം ഒരു 5-6 മണിക്കാണ്. 5 മണിയാവും. ഈവനിങ്ങിലാണ് എത്തുന്നത്. അപ്പോൾ ഈവനിങ്ങിൽ എത്തിയതിന് ശേഷം പിന്നെ ശ്രീനഗറിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഈ നാനാഭാഗത്തു നിന്നുള്ള പട്ടാളക്കാരുണ്ട് അവിടെ വന്നിട്ട്. കാലില്ലാത്തവര്, കൈ പറ്റിയവര്, മൂക്കില്ല, കണ്ണില്ല. ആ സമയത്ത് കാർഗിൽ വാർ നടക്കുമ്പോൾ ഇഷ്ടംപോലെ അവിടുന്ന് പിന്നെ പട്ടാളക്കാരെ കളി അവിടെ. പിന്നെ അന്ന് വന്നവരുണ്ട്, പിറ്റേന്ന് വന്നവരുണ്ട്. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് മൈനും അല്ലാണ്ട് ഷെൽട്ടർ കൊണ്ടിട്ടോ പിന്നെ വെടി കൊണ്ടിട്ട് വന്ന ആൾക്കാർ ഇഷ്ടംമാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൂടുതൽ പിന്നെ പരിക്കുകളാണ്. നമ്മളെ പരിക്ക് കുറച്ചേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അവിടെ അവര് ഇഞ്ചക്ഷനൊക്കെ തന്ന് അവിടെ ഇട്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാല് ശരിക്കും ഓപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതുവരെ ചിന്നിച്ചെതറി കിടക്കുക. കെട്ട് അവിടെ ഉണ്ട്, കെട്ട് മാത്രം അവിടെ ഉണ്ടെന്നു. അപ്പൊ പോയ ഉടനെ MH ചെന്ന അതേ സമയം തന്നെ ട്രീറ്റ്മെന്റ് വല്ലതും ചെയ്തോ? വല്ല അഡ്മിറ്റ് ചെയ്യുകയോ? ഒന്നും ചെയ്തില്ല. വെറും സർജിക്കൽ വാർഡിൽ അവിടെ ഒരു സർജിക്കൽ വാർഡ് കൊണ്ടിട്ടു. കാരണം നമ്മളെ വെച്ച് വലിയ പ്രശ്നമുള്ളവർ നിറയുണ്ട്. കാഷ്വാലിറ്റി വന്ന അവിടെ തന്നെ കാഷ്വാലിറ്റി അവിടെ. അന്ന് വല്ല ഓപ്പറേഷനോ ട്രീറ്റ്മെന്റോ ഒന്നും ചെയ്തില്ല. ഏകദേശം ഈവനിങ്ങിലാണ് അവിടെ എത്തിയത്, മിലിറ്ററി ഹോസ്പിറ്റലിൽ എത്തിയത്. എന്നിട്ട്
എന്നിട്ട് വേദന എങ്ങനെയുണ്ടായിരുന്നു ആ സമയത്ത്? വേദന എങ്ങനെ വേദന നമ്മൾ സഹിക്കന്നെ, അല്ലാണ്ട് നമ്മളെ സാധാരണ മുറിവ് പറ്റിയതിനെക്കാട്ടും കൂടുതൽ വേദന ഉണ്ടാവും ഇതിന്. എന്താ വെച്ചാല് വെടിമരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് ഇങ്ങനെ കേറിയല്ലേ, വെടിമരുന്നിന്റെ എല്ലും പോയിട്ടുണ്ടല്ലോ, എല്ലും പോയി ചെതറിപ്പോയല്ലോ, എല്ലാം ചെതറിപ്പോയി, എല്ല് ചെതറിപ്പോയി. അത് നമ്മൾ ഇത് ഇവിടെയാണല്ലോ കൊള്ളുന്നത്, അപ്പൊ ഈ ഭാഗങ്ങളിൽ ചെതറിപ്പോയി. അപ്പോൾ പിന്നെ പിറ്റേന്ന് വന്ന് നമ്മള് കുറച്ച് ഇഞ്ചക്ഷൻ, നമ്മള് മയക്കന്റെ ഇഞ്ചക്ഷൻ, അനസ്തേഷ്യ ഇഞ്ചക്ഷൻ. അപ്പൊ അനസ്തേഷ്യ തന്ന് അവിടുന്ന് കുറെ കഴിഞ്ഞ ശേഷം ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാനൊക്കെ ഉണ്ട്. ഒരു മെഷീൻ പോലെ വന്ന് താണിട്ട് നേരെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അവിടുന്ന് കട്ട് ചെയ്യാം. ഒരു മെഷീൻ പോലെ സാധനം താണ് വരിക, എന്നിട്ട് കട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് അറിയാനുണ്ട്, കാണാനുമുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മളെ ഇതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് എല്ലാം സഹിച്ചു. നമ്മൾക്ക് ഒരു സംഭവം പറ്റിക്കഴിഞ്ഞാൽ അത് അതിജീവിക്കാൻ നമുക്കൊരു ശക്തി തരുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും, ഒരു ശക്തി നമുക്ക് തരുമല്ലോ. അങ്ങനെ അതിനുശേഷം നമ്മളെ എല്ലാം കൂടി വാർഡിലാക്കി. വാർഡിൽ ആയ ശേഷം പിന്നെ പിറ്റേന്ന് ദിവസവും വന്ന് ഈ വെടിമരുന്നിന്റെ എഫക്റ്റോട് പഴുപ്പ് കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് ദിവസവും വന്ന് നമ്മളെ ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ മഞ്ഞ കളറിലെ ഇത് വരും, പൈപ്പിന്റെ ഒരു ഇത് വരും. ആ മഞ്ഞ കളർ ഉണ്ടാകാനേ പാടില്ല. ഡോക്ടർ വന്നിട്ട് പറയും മഞ്ഞ കളർ ഉണ്ടാകാനേ പാടില്ല. എന്നിട്ട് നമ്മളെ മഞ്ഞ കളർ മുറിമേ വരുന്നത് ഈ എക്സ്പ്ലോസീവിന്റെ എഫക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പഴുപ്പായി മാറും. പിന്നെ മേലെ മുറിച്ചെടുക്കേണ്ട മേലെ. അങ്ങനെ അവിടെ നിന്ന് വെച്ചാല് നമ്മള് വരും, ഡോക്ടറൊന്നല്ല, നഴ്സിംഗ് അസിസ്റ്റന്റ് വരും. നമ്മളങ്ങനെ കിടക്കാൻ പറയും, കാലിപ്പം പിടിക്കും, കൈയൊരുത്തം പിടിക്കും. എന്നിട്ട് ഈ കത്രി കൊണ്ട് ഇങ്ങനെ വെട്ടുക, ഇറച്ചി വെട്ടുക. ഇഞ്ചക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തോർത്തുണ്ടൊക്കെ അടിച്ച് പിടിച്ച് വേദന സഹിച്ചിട്ട് എന്നിട്ട് നമ്മളെ പണ്ട് ഈ താടി വടിക്കുമ്പോ വരയ്ക്കുന്ന ഒരു കല്ലില്ല, ആ കല്ല് കൊണ്ടിട്ട് വരയ്ക്കും നല്ലോണം. ആ കല്ല് അതെന്താ വെച്ചാൽ പഴുപ്പ് കയറാണ്ടിരിക്കാൻ, പഴുപ്പ് കയറാതിരിക്കാൻ, ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഇല്ലാണ്ടിരിക്കാൻ അത് കൊണ്ടിട്ട് വരയ്ക്കും. അത് കൊണ്ടിട്ട് വരച്ചതിന് ശേഷം പിന്നെ ബ്ലീച്ചിങ് പൗഡറിന്റെ വെള്ളം ഉണ്ടല്ലോ, ബ്ലീച്ചിങ് പൗഡറിന്റെ തെളിഞ്ഞ വെള്ളത്തിൽ മുക്കി. അതൊക്കെ അന്നത്തെ ഡോക്ടർമാരെന്തോ കണ്ടിട്ടാക്കി, ചിലപ്പോ പൈപ്പ് കയറാണ്ടിരിക്കാനോ ഉള്ള ഇത് ചെയ്യുന്നത്, അണുക്കൾ കയറാണ്ടിരിക്കാനോ. ഡെറ്റോൾ എനിക്ക് അതാണ് ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ട് ദിവസം വന്ന് തുടയ്ക്കും. അത് മെയിനായിട്ട് അണുക്കള് കയറാതിരിക്കാൻ, അല്ലെങ്കിൽ മേലെ കട്ട് ചെയ്ത് പോവുമല്ലോ. അങ്ങനെ അതിന് ശേഷം പിന്നെ ഒരു 10 ദിവസത്തിന് ശേഷം ഇവിടുന്ന് സ്കിൻ ട്രാപ്പ് ചെയ്തിട്ട് ഇവിടെ വെച്ചു, ഇവിടെ വെട്ടി പിടിപ്പിച്ച് വെച്ചു. പ്ലാസ്റ്റിക് സർജറി തൊടയിന്നെടുത്തു. വേറെ മാംസത്തിന്റെ ഇതായത് തൊലി ഇങ്ങനെ ഇത്ര വയലിൽ വെട്ടിയിട്ട് ഇവിടെ വെച്ച് പിടിപ്പിച്ചു. അതാണോ ആ മാംസം ഇത് കാണുന്നത്? ഇതല്ല, അത് ഞാൻ പറയട്ടെ, കഥ പറയട്ടെ. അങ്ങനെ അതിനുശേഷം ശ്രീനഗർ MH ഫുൾ ആൾക്കാർ ഫുള്ളായി, ഒരു സ്ഥലവുമില്ല. അതിനുശേഷം നമ്മളെ നേരെ വിട്ട് എവിടേക്കാന്ന് വെച്ചാൽ ഉദംപൂരേക്ക്, കമാൻഡ് ഹോസ്പിറ്റൽ നോർത്തേൺ കമാൻഡ് ഹോസ്പിറ്റൽ ഉദംപൂരേക്ക് വിട്ടു. ഉദംപൂര് വന്ന് നോക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ മാതിരി തന്നെ പട്ടാൾക്കാരെ കൊണ്ടൊരു കളിയാണ്. ജമ്മു കാശ്മീരിൽ എന്താവണം പറ്റുക, എവിടെയുള്ള ആൾക്കാരും ഫുള്ള് അവിടെ, ബെഡും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ശരിക്കും നല്ല മെഡിക്കൽ കോളേജിലൊക്കെ അല്ല നിലത്ത് കിടക്കുക. അത് ഞാൻ നിലത്ത് കിടന്ന് കഴിച്ചു കൂട്ടി. അവിടുന്ന് പിന്നെ സർജറിൻ്റെ ഡോക്ടർ വന്ന് നോക്കി, ഓർത്തോ ഡോക്ടർ വന്ന് നോക്കി. അന്ന് പറഞ്ഞു അവിടുന്ന് ഒരു ദിവസം ക്ലീനാക്കി മരുന്ന് വെച്ചു. അപ്പം നേരെ ആർട്ടിഫിഷ്യൽ ലിംബ് സെന്റർ പൂനെയിലേക്ക് വിട്ടു. ഒരു 2 ദിവസം അവിടെ നിന്നിട്ട് ALC പൂനെക്ക് വിട്ടു. അപ്പോ ഈ ശ്രീനഗറിൽ ഈ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം എത്ര ദിവസം അഡ്മിറ്റ് ആയിട്ടിരുന്നു? അല്ല, ഉദംപൂരിൽ 3 ദിവസം ഉണ്ടായിരുന്നു. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ ആർമിയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. നമ്മളെ യൂണിറ്റ് കുമാർ തന്നെ, വാൽശ്ശേരിക്കാരെ അനിൽകുമാർ തന്നെ ഒരു പുള്ളിക്കാരൻ, നമ്മളെ നാട്ടുകാരൻ നമ്മളെ കൂടെ ഹെൽപ്പിന് വേണ്ടി കൊണ്ട് വിട്ടിട്ടുണ്ട്. പുള്ളിക്കാരനാണ് ഭക്ഷണവും കാര്യങ്ങളും എന്തെല്ലാം കാര്യം ചെയ്യാനും മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്ത മൂപ്പര് തന്നെയാണ്. അപ്പോൾ ഉദംപൂരിൽ നിന്ന് ഞങ്ങൾ ജലം എക്സ്പ്രസ്സിൽ 2nd ക്ലാസ്സിൽ ബുക്ക് ചെയ്ത്, അന്ന് AC BC ഒന്നും നമുക്കില്ല, നമുക്ക് തന്നില്ല AC കമ്പാർട്ട്മെന്റ് ഒന്നും. ഈ മുറിച്ച കാലുമായിട്ട് ജലം എക്സ്പ്രസ്സിൽ 2nd ക്ലാസ്സിൽ പൂനെക്ക്
അതും എനിക്കൊന്ന് ഒരു വേനൽക്കാലത്താണ്, ഏപ്രിൽ മാസം എങ്ങനെ ആണ്. അപ്പോഴേക്കും കാല് തൂക്കിയിടുമ്പോ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അത് തൂക്കിയിടുമ്പോ വേദനയില്ല. അത് നമുക്കിപ്പം പിന്നെ മരുന്ന് വെച്ച് കെട്ടിയ ദിവസവും മരുന്ന് വെച്ച് കെട്ടണ്ടേ? ഇല്ല, അപ്പൊ ഇല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കാല് മുറിച്ച കാല് ശരിക്കും ഉണങ്ങിയോ? ഉണങ്ങിയിട്ടില്ല. അപ്പോ ഇത് പിന്നെ ഇത് സ്കിൻ ഡ്രാഫ്റ്റ് ചെയ്തത് ശരിയായില്ല. ശരിയാകാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ പഴുപ്പുകൾ കാര്യങ്ങൾ വന്നു.